രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന സ്വകാര്യ കോച്ചിംഗ് സെന്ററുകളുടെ അനിയന്ത്രിതമായ വളർച്ചയെ ചെറുക്കാനായി കേന്ദ്ര സർക്കാർ നിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചു. രാജ്യത്തെ കോച്ചിംഗ് സെന്ററുകളെ നിയന്ത്രിക്കുന്നതിന് സംസ്ഥാനങ്ങൾക്ക് നടപ്പിലാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങളും കേന്ദ്രം പുറത്തുവിട്ടിട്ടുണ്ട്. 16 വയസ്സിൽ താഴെയുള്ള വിദ്യാർത്ഥികളെ കോച്ചിംഗ് സെന്ററുകളിൽ ചേർക്കരുതെന്ന് കേന്ദ്രം പുറത്തിറക്കിയ ഗൈഡ് ലൈൻസ് ഫോർ കോച്ചിംഗ് സെന്റർ 2024 മാർഗനിർദ്ദേശങ്ങളിൽ പറയുന്നു. കോച്ചിംഗ് സെന്ററുകൾ രക്ഷിതാക്കൾക്കും വിദ്യാർത്ഥികൾക്കും തെറ്റിദ്ധാരണാജനകമായ വാഗ്ദാനങ്ങളോ റാങ്കുകൾ ഉറപ്പു നൽകുകയോ ചെയ്യരുതെന്നും മാർഗനിർദ്ദേശത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ബിരുദത്തിൽ താഴെ യോഗ്യതയുള്ള ട്യൂട്ടർമാരെ കോച്ചിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ പഠിപ്പിക്കാൻ അനുവദിക്കരുതെന്നും കേന്ദ്രത്തിന്റെ പ്രത്യേക നിർദ്ദേശമുണ്ട്. വിദ്യാർത്ഥികളിൽ നിന്ന് അമിതമായ ഫീസ് ഈടാക്കുന്നതോ വിദ്യാർത്ഥികളുടെ ആത്മഹത്യയിലേക്കും മറ്റും ക്രമക്കേടുകളിലേക്കും നയിക്കുന്നതുമായ കോച്ചിംഗ് സെന്ററുകൾക്ക് 1 ലക്ഷം രൂപ വരെ പിഴയോ അല്ലെങ്കിൽ രജിസ്ട്രേഷൻ റദ്ദാക്കാനോ അനുമതിയും കേന്ദ്രം നൽകിയിട്ടുണ്ട്. +2 ഡിഗ്രി കഴിഞ്ഞവർക്ക് വേൾഡ്സ് ഫസ്റ്റ് AR/VR ക്ലാസ് റൂമിലൂടെ സ്മാർട്ട് ഫോൺ എഞ്ചിനീയർ ആവാം. കൂടുതൽ അറിയാൻ വിളിക്കൂ ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോ. ഒരു നയത്തിന്റെയും നിയന്ത്രണത്തിന്റെയും അഭാവത്തിൽ രാജ്യത്ത് നിയന്ത്രണമില്ലാത്ത സ്വകാര്യ കോച്ചിംഗ് സെന്ററുകളുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തരം കേന്ദ്രങ്ങൾ വിദ്യാർത്ഥികളിൽ നിന്ന് അമിത ഫീസ് ഈടാക്കുന്ന സംഭവങ്ങളുണ്ട്. അമിത സമ്മർദ്ദം മൂലം വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്യുന്ന സംഭവങ്ങളും ഇത്തരം കേന്ദ്രങ്ങളിൽ തീപിടുത്തവും മറ്റു അപകടങ്ങളും മൂലം വിലപ്പെട്ട ജീവനുകൾ നഷ്ടപ്പെടുന്നതും മറ്റു നിരവധി കെടുകാര്യസ്ഥതകളും ഇത്തരം കേന്ദ്രങ്ങളിൽ സംഭവിക്കുന്നതായി മാധ്യമങ്ങളിൽ വ്യാപകമായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന് പിറകെയാണ് ഇത്തരമൊരു നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാർഗനിർദ്ദേശങ്ങൾ പുറത്തിറക്കി 3 മാസത്തിനകം രാജ്യത്തെ മുഴുവൻ കോച്ചിംഗ് സെന്ററുകൾക്കും രജിസ്ട്രേഷൻ നിർബന്ധമാക്കി കേന്ദ്രം ഉത്തരവിറക്കി. കോച്ചിംഗ് സെന്ററിന്റെ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്നതിനും കോച്ചിംഗ് സെന്ററിന്റെ രജിസ്ട്രേഷന്റെ ആവശ്യമായ യോഗ്യതയും തൃപ്തികരമായ പ്രവർത്തനങ്ങളും നിറവേറ്റുന്നതിനെക്കുറിച്ചും കോച്ചിംഗ് സെന്ററുകളിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥികളുടെ മാനസിക ക്ഷേമം ഉറപ്പാക്കാൻ വിദ്യാർത്ഥികൾക്ക് ആഴ്ചതോറുമുള്ള അവധിയും മാർഗനിർദ്ദേശങ്ങളിലുണ്ട്. അനുയോജ്യമായ ഇടവേളകളുള്ള പാഠ്യപദ്ധതിയും ദിവസത്തിൽ 5 മണിക്കൂറിൽ കൂടാത്ത ക്ലാസുകളും നിർബന്ധമാക്കും. പ്രത്യേകിച്ച് മത്സര പ്രവേശന പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കിടയിൽ ആത്മഹത്യാ കേസുകൾ ക്രമാതീതമായി വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ മാർഗനിർദ്ദേശങ്ങൾ പുറത്തുവന്നത്. 21 ലക്ഷത്തോളം സന്തുഷ്ടരായ ഉപഭോക്താക്കളും 2 ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി അൽ സലാമ ഹൈ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ.